ആലുവ മണപ്പുറത്ത് പിതൃബലി തർപ്പണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. 60 ബലിത്തറകളാണ് ചടങ്ങുകൾക്കായി സജ്ജമാക്കിയിട്ടുള്ളത്. നാളെ പുലർച്ചെ മുതൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലുവ ശിവക്ഷേത്രത്തിന് സമീപത്തെ പുഴയോരത്താണ് പിതൃബലി തർപ്പണത്തിന് കൂടുതൽ ആളുകളെത്തുക. മഴ മാറിയതോടെ പുഴയോരത്ത് താൽക്കാലിക പന്തൽ നിർമ്മാണം പൂർത്തിയായി. 60 ബലിത്തറകൾ ചടങ്ങുകൾക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. കർക്കിടകത്തോടനുബന്ധിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. ബലിത്തറകളെല്ലാം ലേലം ചെയ്തു കൊടുത്തു. ഗതാഗത സൗകര്യം KSRTC, മെട്രോ എല്ലാവരും സ്പെഷ്യൽ സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പ്രതീക്ഷിക്കുന്ന ഒരു 10-30,000 പേരെ പ്രതീക്ഷിക്കുന്നു. ബലിയിടാനായിട്ട് ഒരു 10-20,000 വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. തൊഴാനായിട്ട് 10-30,000 പേരെ നമ്മളെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും അറിയിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തി വരുന്നത്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നാൽ സമീപത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് സംവിധാനം ഒരുക്കും. പുലർച്ചെ 2 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ. സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി 450 പോലീസുകാരെയാണ് മണപ്പുറത്ത് നിയോഗിച്ചിട്ടുള്ളത്. ബലിതർപ്പണം കണക്കിലെടുത്ത് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലുവ നഗരത്തിലും പെരിയാറിന്റെ തീരത്തേക്ക് പോകുന്ന വഴികളിലുമാണ് ഗതാഗത നിയന്ത്രണം. കൊച്ചി മെട്രോ പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട്. ഒപ്പം സർവീസിന്റെ സമയവും ദീർഘിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.